हाय गुड मॉर्निंग। त्वमेव माता च पिता त्वमेव त्वमेव बन्धुश्च सखा त्वमेव त्वमेव विद्या द्रविणं त्वमेव त्वमेव सर्वं मम ദേവദേവ. ശ്രീമദ് ഭഗവത്ഗീത 8-ാം അധ്യായം അക്ഷരബ്രഹ്മയോഗം 14-ാമത്തെ ശ്ലോകമാണ് ചൊല്ലുന്നത്. അനന്യചേതാ സതതം യോ മാം സ്മരതി നിത്യശ തസ്യാഹം സുലഭ പാർത്ഥ നിത്യയുക്തസ്യ യോഗിന. മലയാളം: ഒന്നിലും മനമോരാതെ എന്നെ എന്നും സ്മരിക്കുകിൽ നിത്യയുക്തൻ എളുപ്പത്തിൽ എത്തിടാമെൻ പദത്തിലും. വളരെ സിമ്പിളായിട്ട് എഴുതിയിട്ടുണ്ട്. പാർത്ഥ അനന്യചേതാഹ നിത്യശഃ. അർജുന, അന്യചിന്തയൊന്നുമില്ലാതെ നിത്യശഃ സതതം എപ്പോഴും എന്നും എപ്പോഴും യഹ മാം സ്മരതി ആരാണോ എന്നെ സ്മരിക്കുന്നത് നിത്യയുക്തസ്യ തസ്യ യോഗിനഃ നിത്യയുക്തനായ, അതായത് സ്ഥിരചിത്തത നേടിയ ആ യോഗിക്ക് അഹം സുലഭഃ ഞാൻ സുലഭനാകുന്നു. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഇന്ദ്രിയ കവാടങ്ങളൊക്കെ അടച്ച് നിയന്ത്രിച്ച് മനസ്സിനെ ഹൃദയത്തിൽ ഉറപ്പിച്ച് പ്രാണായാമം സ്വീകരിച്ച് ഓംകാരമന്ത്രം ചൊല്ലി ആരാണോ എന്നെ എപ്പോഴും അനുസ്മരൻ എന്നെ എപ്പോഴും സ്മരിച്ചുകൊണ്ട് ആരാണോ ദേഹം ത്യജിക്കുന്നത് അവർ പരമപദത്തിലെത്തുന്നു എന്ന് 13-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ ആത്മാനുഭൂതി എത്രയും ദുർലഭമാണോ, എല്ലാവർക്കും കിട്ടില്ലേ എന്നൊരു ചെറിയ സംശയം വരും. അപ്പോൾ വീണ്ടും ഒന്നും കൂടെ അതിനെപ്പറ്റിയിട്ട് തന്നെ ഒന്നും കൂടെ തെളിയിച്ചു കൊടുക്കുകയാണ്, അല്ലെങ്കിൽ വിവരിച്ചു കൊടുക്കുകയാണ്. അന്യചിന്തയൊന്നുമില്ലാതെ ആരാണോ എന്നെ സ്മരിക്കുന്നത് അവർക്ക് ഞാൻ എപ്പോഴും സുലഭമാണ്. അതായത് അവർക്ക് എപ്പോഴും എന്നെ എപ്പോഴും കിട്ടും. എപ്പോൾ പ്രാർത്ഥിച്ചാലും എപ്പോൾ മനസ്സിൽ വിചാരിച്ചാലും എന്നെ ലഭ്യമാണ്. അപ്പോൾ ആരാണ് ഇതൊക്കെ ലഭ്യമാകണോ വേണ്ടയോ തീരുമാനിക്കുന്നത്? ആരാണ്? നമ്മൾ തന്നെയാണ്. ജീവിച്ചിരിക്കുന്നു, നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നു. കർമ്മങ്ങൾ ചെയ്യുന്നതെല്ലാം ഭഗവാനിൽ അർപ്പിച്ച് വേണമെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ ചെയ്യുന്ന ഒരു യോഗിക്ക് ഞാൻ എളുപ്പത്തിൽ ലഭ്യനാണ്. അപ്പോൾ യോഗാവസ്ഥയിൽ നമുക്ക് എത്തണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും എന്താണ് നമ്മുടെ തടസ്സം? ഭോഗങ്ങളാണ്, അല്ലേ? ഭോഗങ്ങളാണ് നമ്മളുടെ മനസ്സിന് മുഴുവനും തടസ്സം സൃഷ്ടിക്കുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ചിന്താഗതി എങ്ങോട്ടാണ് നീങ്ങുന്നതെന്നുള്ളതിനനുസരിച്ചാണ്. മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈവിട്ട് പോകുമ്പോൾ അതിനെ വീണ്ടും നിയന്ത്രണത്തിൽ കൊണ്ടുവന്ന് വീണ്ടും എന്നെ തന്നെ സ്മരിച്ച് എവിടേക്കൊക്കെ തെറ്റിപ്പോകുന്നുണ്ടോ മനസ്സ്, അപ്പോഴൊക്കെ തിരിച്ച് അതിൻ്റെ പാതയിൽ തന്നെ, അല്ലെങ്കിൽ നേർവഴിക്ക് തന്നെ കൊണ്ടുവന്ന് എന്നിൽ തന്നെ എപ്പോഴും എന്നെ തന്നെ സ്മരിച്ചുകൊണ്ട് ഭജിക്കുന്നവനെന്ന് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മനസ്സ് ചിലപ്പോൾ നമ്മൾ തന്നെ അതിനെ ദുർലഭാക്കും, ചിലപ്പോൾ അത് സുലഭാക്കും. ദുർലഭാക്കുന്നത് എപ്പോഴാണ്? മനസ്സിനെ പിടിച്ചാൽ കിട്ടുന്നില്ല, എല്ലാ സ്ഥലത്തേക്കും പാഞ്ഞ് ഓടിക്കൊണ്ടേയിരിക്കുകയാണ് മനസ്സ്. കൺട്രോൾ കിട്ടുന്നേ ഇല്ലെങ്കിൽ പിന്നെ ദുർലഭം തന്നെയാണ്. അതേസമയത്ത് നമുക്ക് എന്തിലൊക്കെ തിരിഞ്ഞാലും നമുക്ക് ഒന്നും അതിൽ നിന്നെല്ലാം മാറ്റി ഭഗവാനിലേക്ക് മനസ്സിനെ കൊണ്ടുവരാൻ കഴിയുകയാണെങ്കിൽ അവിടെ ഭഗവാൻ എളുപ്പത്തിൽ നമുക്ക് ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കും. നമ്മൾ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ പറഞ്ഞ പോലെ നല്ല നല്ല കാര്യങ്ങൾ ലോകത്ത് നടക്കുന്നു, സുഖഭോഗങ്ങളൊക്കെ നടക്കുന്നു, എനിക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ ധാരാളം നടക്കുന്നു. ദുഃഖങ്ങളും വരുന്നുണ്ടെങ്കിൽ പോലും എന്നെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളാണ് അധികവും നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിൻ്റെ പിന്നാലെയാണ് പോവുക. പക്ഷേ എന്താണ് പ്രശ്നം? ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഈശ്വരവിശ്വാസം നേടിക്കോളാം, വയസ്സാകുമ്പോഴേക്കും അല്ലേ, അപ്പോഴേക്കൊക്കെ ശരിയാവും, ഞാനിപ്പോൾ തൽക്കാലം ഈ ജീവിതമൊക്കെ ഒന്ന് ആസ്വദിക്കട്ടെ, അങ്ങനെ പറഞ്ഞാൽ ഓരോ ആഗ്രഹങ്ങളും കഴിഞ്ഞിട്ട് ഈശ്വരചിന്ത എന്ന് വിചാരിച്ചാൽ അത് നടക്കാൻ പോകുന്ന കാര്യമല്ല. കാരണം അങ്ങനെയുള്ള ഒരു ബ്രഹ്മയോഗി ആവാനും പോകുന്നില്ല. നമ്മൾക്ക് ശരീരത്തിൻ്റെ ഓരോരോ സുഖത്തിന് വേണ്ടിയിട്ട് നമ്മൾ പലതരം ഭക്ഷണം എന്താണെങ്കിലും അത് കഴിക്കുന്നു, അല്ലേ? ടേസ്റ്റാണ് അവിടെ, നമ്മുടെ വായയുടെ രുചിയാണ്, നാവിൻ്റെ ടേസ്റ്റ് ബഡ്സ് എങ്ങനെ. അപ്പോൾ അതെനിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്, അത് നല്ലതാണോ ആരോഗ്യത്തിന് ചീത്തയാണോ എന്ന് എനിക്ക് നോക്കാൻ പറ്റില്ല, കാരണം എനിക്ക് തിന്നുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഭക്ഷണം നമ്മൾ ധാരാളമായിട്ട് കഴിക്കും. അല്ലെങ്കിൽ അങ്ങനെയുള്ള പല പല ഭക്ഷണങ്ങളുണ്ടല്ലോ, അതെല്ലാം നമുക്ക് കഴിക്കാനായിട്ട് തോന്നും.
അവസാനം എന്താ ഉണ്ടാവുക? എല്ലാം കൂടെ നമ്മളെ രോഗാവസ്ഥയിലേക്ക് എത്തിക്കും. അതേ സമയത്ത് നമ്മൾ ആദ്യം തന്നെ ആരോഗ്യകരമായ ഭക്ഷണം ഇന്നതെല്ലാമാണ്, മറ്റേതെല്ലാം ഇപ്പോൾ ഓരോരുത്തരും കണ്ടുപിടിച്ച് കൊണ്ടുവരുന്ന പുതിയ പുതിയ കാര്യങ്ങൾ, പഴയ ആൾക്കാർ പറഞ്ഞിട്ടുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ് പുതിയ ജനറേഷൻസും ഗൂഗിൾ നോക്കിയിട്ടും മറ്റ് റിസർച്ചിലൂടെയൊക്കെ കണ്ടുപിടിച്ച് കൊണ്ടുവരുന്നത്. ഇപ്പോഴത്തെ ഭക്ഷണങ്ങളെല്ലാം അത് അനാരോഗ്യമാണ്, ഇത് നല്ലതാണ് ആരോഗ്യത്തിനെന്നൊക്കെ കണ്ടുപിടിച്ച്. ഇതൊക്കെ തന്നെ പണ്ടത്തെ ആൾക്കാരും പറഞ്ഞിട്ടുണ്ടായിരുന്നേ. പക്ഷേ അത് അവർക്ക് അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് മാത്രം, അത്രയേ ഉള്ളൂ. അപ്പോൾ ആരോഗ്യത്തിന് വേണ്ട ഭക്ഷണം കഴിക്കാതെ രോഗം വരുത്തുന്നതിനേക്കാൾ നല്ലത് എന്താണ്? ആദ്യം തന്നെ നമ്മൾ ആരോഗ്യപരമായ ഭക്ഷണം കഴിക്കുക, അനാരോഗ്യകരമായിട്ടുള്ള ഭക്ഷണം ഒഴിവാക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് അസുഖമൊന്നും വരാതെ വയസ്സുകാലത്താണെങ്കിലും മറ്റുള്ളവരെയും ബുദ്ധിമുട്ടിപ്പിക്കാതെ കുറച്ചൊക്കെ നീണ്ടുപോകാനായിട്ട് സാധിക്കും. അതേപോലെ ഭഗവത് സ്മരണ അവസാനം കൊണ്ടുവരേണ്ട ഒരാഴ്ചയ്ക്കുള്ളിൽ മരിക്കാൻ തുടങ്ങി. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞല്ലോ, മരണം വന്ന് വിളിച്ചു, ഡോക്ടർ പറഞ്ഞു വിധി എഴുതി കഴിഞ്ഞു, ഇനി അധിക ദിവസം ഇല്ലയെന്ന്. എന്നാൽ ഞാൻ ഇന്ന് മുതൽ നമഃശിവായ ചെല്ലട്ടെ, നാരായണ എന്ന് ചെല്ലട്ടെ, എപ്പോഴും ഭഗവാന്റെ പ്രാർത്ഥന മാത്രം. അത് ഗുണം ചെയ്യില്ല എന്നല്ല, ഗുണം ചെയ്യുമെങ്കിലും നമുക്ക് ആദ്യം തന്നെ കർമ്മങ്ങൾ ചെയ്ത് ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ കാര്യം നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ തിരിച്ചറിയണം ഏതാണ് യഥാർത്ഥ സുഖം, ഏതാണ് താൽക്കാലികമായിട്ടുള്ള സുഖം എന്നുള്ളത്. ധാരാളം നേരത്തെ പറഞ്ഞല്ലോ, സുഖഭോഗങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ നമുക്ക് അതെല്ലാം സുഖമാണെന്ന് തോന്നുമെങ്കിലും അത് യഥാർത്ഥ സുഖമല്ല എന്ന് തിരിച്ചറിയണം. അപ്പോൾ സുഖഭോഗങ്ങൾ തരുന്ന സന്തോഷം എപ്പോഴും ക്ഷണികമാണ്, വളരെ കുറച്ച് നേരത്തേക്ക് മാത്രമേ നമുക്ക് നിലനിൽക്കുള്ളൂ. അതുകൊണ്ട് അന്യചിന്ത കൂടാതെ എന്നിൽ തന്നെ ചിത്തമുറപ്പിച്ചുകൊണ്ട് എന്നെ തന്നെ സ്മരിക്കുന്നവന് ഞാൻ സുലഭമാണ് എന്ന് ഭഗവാൻ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. മറ്റ് ചിന്തകളൊന്നും വേണ്ട, എപ്പോഴും എന്ത് കാര്യം ചെയ്യുമ്പോഴും ഭഗവാനിൽ മനസ്സുറപ്പിച്ചുകൊണ്ട് ചെയ്യുക, എന്നെ തന്നെ സ്മരിക്കുക. അതിന് പ്രത്യേക സമയം, പ്രത്യേക സന്ദർഭം അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള റൂമോ ഒന്നും വേണമെന്നില്ല. നമ്മൾ എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും ഉറങ്ങുമ്പോൾ വരെ, ഉറങ്ങാൻ കിടക്കുന്നത് വരെയും നമുക്ക് ഭഗവാനെ സ്മരിച്ചുകൊണ്ടിരിക്കാം. ഉറക്കത്തിൽ നമ്മൾ സ്മരിക്കാം, നമ്മളറിയില്ല സ്മരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. ഉറക്കത്തിൽ പലതും സംഭവിക്കുമല്ലേ, പല പല സ്വപ്നങ്ങളും കാണും. അതിൽ നിന്ന് ഞെട്ടി ഉണരുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാനെ തന്നെ സ്മരിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ എപ്പോഴും എന്നെ സ്മരിക്കുന്നവനാണെങ്കിൽ യാതൊരു സംശയവുമില്ല, പരമപദത്തെ പ്രാപിക്കുക തന്നെ ചെയ്യും. ഇപ്പം ഇങ്ങനത്തെ നിബന്ധനകളൊന്നും പാലിക്കാതെ ഞാൻ യോഗിയാണ് എന്നും പറഞ്ഞ് സമാധി പരിശീലനത്തിനൊക്കെ ഒരുങ്ങുകയാണെങ്കിൽ അതിൽ ആത്മാനുഭൂതി നമുക്ക് യാതൊരു കാരണവശാലും കിട്ടാനും പോകുന്നില്ല. അപ്പോൾ വീണ്ടും ഇങ്ങനെയൊക്കെ ആത്മാനുഭൂതി നേടിയിട്ട് എന്താണ് നമുക്ക് പ്രയോജനം എന്നുള്ളതാണ് 15ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. മാമുപേത്യ പുനർജന്മ ദുഃഖാലയം അശാശ്വതം നാപ്നുവന്തി മഹാത്മാന സംസിദ്ധിം പരമാം ഗതാ. മലയാളം: എന്നെ പ്രാപിച്ചു പരമാം സിദ്ധി നേടിയ മാനവൻ ദുഃഖമൂലമനിത്യം താൻ പുനർജന്മമണഞ്ഞിട. മാം ഉപേത്യ, എന്നെ പ്രാപിച്ച്, പരമാം സംസിദ്ധിം ഗതാഹ, പരമസിദ്ധി നേടിയ മഹാത്മനഃ, മഹാത്മാക്കൾ, പുനഃ, വീണ്ടും, ദുഃഖാലയം അശാശ്വതം ജന്മ, ദുഃഖപ്രദമായിട്ടുള്ള ശാശ്വതമല്ലാത്ത ജന്മം, അശാശ്വതമായിട്ടുള്ള ജന്മം ന ആപ്നുവന്തി, എടുക്കേണ്ടി വരുന്നില്ല. അപ്പം നമ്മളുടെ ശരീരം, ജീവൻ, ഇതൊക്കെ നമ്മൾക്ക് അഭിമാനിക്കാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഒരു കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ ശരീരം ഒരു ജഡവസ്തുവായിട്ട് മാറും. ജീവൻ അതിൽ നിന്ന് വേറൊരു ശരീരത്തിലേക്ക് കടന്നു പോകുമെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്നെ പ്രാപിച്ച് പരമസിദ്ധി നേടിയ ആൾക്കാർ ഭഗവാനെ തന്നെ സ്മരിക്കാൻ നേരത്തെ പറഞ്ഞല്ലോ. അങ്ങനെ ഭഗവാനെ തന്നെ സ്മരിച്ച് പരമപദം പ്രാപിച്ചിട്ടുള്ള ആൾക്കാർക്ക്, മഹാത്മാക്കൾക്ക്, ദുഃഖലയവും അശാശ്വതവുമായ ജന്മം കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും സുഖമല്ല വരുന്നത്, കൂടുതലും എന്താണ് വരുന്നത്? ദുഃഖം തന്നെയാണ് വരുന്നത്, യാതൊരു സംശയമില്ല. അങ്ങനെ ദുഃഖിക്കുന്ന ഒരു ജന്മം നമുക്ക് എന്തിനാണ്? അതെടുത്തിട്ട് വീണ്ടും നമ്മൾ ദുഃഖിച്ചുകൊണ്ടേ ഇരിക്കുകയല്ലേ ചെയ്യുന്നത്. അടുത്ത ജന്മം നമുക്ക് കിട്ടിയാലും നമ്മൾ ദുഃഖം തുടർന്നുകൊണ്ടേയിരിക്കും.
കാരണം നമ്മുടെ പ്രവൃത്തികൾ അങ്ങനെയുള്ളതാണ്. ആ ജന്മത്തിലൊന്നും ഒടുങ്ങാത്ത പ്രവൃത്തി. ഇപ്പം തന്നെ നമ്മൾ അനുഭവിക്കുന്ന ദുഃഖങ്ങൾ ഈ ജന്മത്തിൽ ചെയ്തതാവണമെന്നില്ല, കഴിഞ്ഞ ധാരാളം ജന്മങ്ങളിലായിട്ട് ചെയ്തതാണ് അല്ലേ. നമ്മൾ ചിലപ്പോൾ ചോദിക്കാറുണ്ട്, ഇതിനു മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അയ്യോ ഞാൻ അങ്ങനെ അറിഞ്ഞുകൊണ്ട് അങ്ങനെ ആരെയും ദ്രോഹിക്കുകയൊന്നും ചെയ്യാറില്ലല്ലോ, പിന്നെ എന്താ ഭഗവാൻ എനിക്കിങ്ങനെ ദുഃഖങ്ങൾ തരുന്നത്? എപ്പോഴും എല്ലാവർക്കും വരുന്ന സംശയമാണ്. നമ്മൾ ചെയ്തിട്ടുണ്ട്, നമ്മൾ ധാരാളം ചെയ്തിട്ടുണ്ടാവും, ഈ ജന്മത്തിലും ചെയ്തിട്ടുണ്ടാവും. നമുക്കത് ദുഃഖമായിട്ട് അല്ലെങ്കിൽ നമുക്കത് മറ്റുള്ളവരെ ദ്രോഹിക്കാമെന്ന് തോന്നുന്നില്ലെങ്കിൽ പോലും മറ്റുള്ളവർക്ക് അത് നമ്മൾ എന്തേ ഇങ്ങനെ പറഞ്ഞതെന്ന് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവാം. അത് മതിയല്ലോ. അല്ലെങ്കിലും പഴയ ജന്മങ്ങളിൽ, കഴിഞ്ഞ ജന്മങ്ങളിലെല്ലാം നമ്മൾ ധാരാളം സ്വരുക്കൂട്ടി വെച്ചിട്ടുണ്ടാവും. അതെല്ലാം ആ കർമ്മങ്ങളുടെ ഫലങ്ങളാണ് നമ്മൾ ഈ ജന്മത്തിൽ മുഴുവനും അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പോൾ ജന്മം എടുത്തു കഴിഞ്ഞാൽ ദുഃഖം എന്തായാലും ഉറപ്പാണ്. ഈ ലോകത്തിൽ നമ്മൾ ഭ്രമിച്ചിരിക്കുന്നിടത്തോളം കാലം ദുഃഖം എന്നുള്ളത് ഒഴിവാക്കാൻ പറ്റില്ല. പിന്നെ എന്താ ചെയ്യാൻ പറ്റുക നമുക്ക്? അപ്പോൾ ആ ദുഃഖത്തെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ അതിലേക്ക് വരാതിരിക്കണം, പുനർജന്മം ഇല്ലാതിരിക്കണം. എന്തിനാ ഈ ലോകത്ത് വരുന്നത്? അത് ദുഃഖം സമ്പാദിച്ച് തരുന്നുള്ളൂ എങ്കിൽ നമ്മൾ ഈ ലോകത്തേക്ക് വരാതിരിക്കണം. ഈ ലോകത്തേക്ക് വരാതിരിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഭഗവാനിൽ ലയിക്കണം. ഭഗവാനിൽ ലയിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ ഇത് നമ്മൾ ഈ പദ്യം ഇന്ന് തുടങ്ങിയപ്പോൾ പറഞ്ഞ പോലെ എങ്ങനെയൊക്കെയാണ് ജപിക്കേണ്ടത്? ഓംകാര മന്ത്രവും ജപിച്ച് ഭഗവാനെ തന്നെ സ്മരിച്ച് ഇരുന്ന് കഴിഞ്ഞാൽ അവർ പരമപദം പ്രാപിക്കും, അവർക്ക് യാതൊരു പുനർജന്മവും ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞ്. അപ്പം നമ്മളിവിടെ എന്താ ചെയ്യുന്നത്? ശരീരത്തിനെ തൃപ്തിപ്പെടുത്തണം, മനസ്സിനെ തൃപ്തിപ്പെടുത്തണം. അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ പെടുകയാണ് ചെയ്യുന്നത്. നല്ലൊരു സിനിമ കാണുന്നു, പാട്ട് കേൾക്കുന്നു, ആസ്വദിക്കുന്നു, എല്ലാം നമ്മൾക്ക് ആഘോഷങ്ങളാണ് അല്ലേ. ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ആഘോഷിക്കാൻ നമ്മൾ വളരെയധികം താല്പര്യരാണ്. ഞാൻ ഇടയ്ക്ക് പിള്ളേരോട് പറയും, അതെല്ലാം അവർക്കും താല്പര്യമുള്ള കാര്യമാണ്. പക്ഷെ പഠിക്കുക എന്ന് പറയണത്, പുസ്തകം തുറക്കുക പഠിക്കുക എന്ന് പറയുന്നത് മാത്രം ടീച്ചറെ ഞങ്ങളോട് പറയേണ്ടതെന്നാണ്. എന്താ ചെയ്യുക പിന്നെ? പഠിക്കേണ്ടത് കുട്ടികളാണെങ്കിൽ അവർ പഠിക്കണം. അതിന് പകരം നീ സിനിമയ്ക്ക് പോയോ? ഞാൻ ഇന്നലെ 3 സിനിമ കണ്ടു, നാളെ ഇനി പുതിയ സിനിമ ഇറങ്ങുന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്യും. അമ്പലത്തിൽ ഉത്സവമൊക്കെ നടക്കുമ്പോൾ എങ്ങനെ ടീച്ചറെ പഠിക്കുക? 2-3 ദിവസം തന്നെ അമ്പലത്തിലായിരിക്കും. അപ്പം അമ്പലമായാലും പള്ളിയായാലും എന്തായാലും വീട്ടിൽ കല്യാണമുണ്ട്, ചേച്ചിയുടെ കല്യാണം, ചേട്ടൻ്റെ കല്യാണം, അതെല്ലാം ഉണ്ട്. അപ്പോൾ പിന്നെ ആഘോഷിക്കണ്ടേ? ഇനി കല്യാണം മാത്രമാണോ? കുട്ടി ജനിച്ച ആഘോഷം, 28ൻ്റെ ആഘോഷം, 6-ാം മാസത്തിലെ ആഘോഷം, ചോറൂണിൻ്റെ ആഘോഷം, ഈ പിറന്നാളിൻ്റെ ആഘോഷം, ഇങ്ങനെ ആഘോഷങ്ങളുടെ നേര. കുട്ടി എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? പഠിക്കണമെന്നുണ്ട്, മാർക്ക് മേടിക്കണമെന്നുണ്ട്. പക്ഷെ എന്താ ചെയ്യുക? ആഘോഷങ്ങളാണ് വീട്ടിൽ. അതുകൊണ്ട് ഞാനെപ്പോഴും പറയും, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ളൊരു സ്പേസ്, ഒരു റൂം മുഴുവനും ഇല്ലെങ്കിലും ഒരു ടേബിള്, പഠിക്കാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ വീട്ടിൽ എവിടെയെങ്കിലും കണ്ടുപിടിച്ച് അവിടെ ഇരുന്ന് കണ്ണും ചെവിയും എല്ലാം അതിലേക്ക് കൊടുത്ത് പഠിച്ച മാത്രം ചെയ്യുക. എന്നാലേ വല്ലതും നേടാൻ പറ്റും. അതേപോലെ തന്നെയാണ് ലോകത്ത് പലതും നടക്കും, പലതും നമ്മളെ ആകർഷിക്കും. എല്ലാം ആഘോഷങ്ങളാണെന്ന് വിചാരിച്ചാൽ നമ്മൾ അതിലെല്ലാം പോയി പെട്ട് കഴിഞ്ഞാൽ സന്തോഷമൊക്കെ കിട്ടും മനസ്സിന്, പക്ഷേ അടുത്ത നിമിഷം ചിലപ്പോൾ ദുഃഖവും കിട്ടും അതുപോലെ. അതേ സമയത്ത് നമ്മൾ നമ്മളെ തന്നെ ഭഗവാനിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ പിന്നെ നമുക്ക് ദുഃഖങ്ങളുണ്ടാവില്ല. കാരണം ആരാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത്? ഭഗവാനാണ്. കഴിഞ്ഞ പ്രാവശ്യം പറയണ പോലെ അടുത്ത നിമിഷം നമ്മൾ ഉണ്ടാവണോ ഇല്ലയോ എന്നുള്ളത് നിശ്ചയിക്കേണ്ടത് ഭഗവാനാണ്. ഇന്ന് നമ്മൾ കാണുന്ന ആൾക്കാർ നാളെ ഇല്ല. ഇപ്പം അടുത്ത് തന്നെ അങ്ങനൊരു സംഭവം, ഇപ്പം ഞാൻ അറിയുന്ന ഒരു കാര്യം തന്നെ അങ്ങനെ ഉണ്ടായി. ഇന്നലെ വരെ സംസാരിച്ച ആൾ ഇന്ന് രാവിലെ ഇല്ല എന്നുള്ളൊരവസ്ഥ. അതൊക്കെ നമുക്ക് ചിന്തിക്കുന്നതിൻ്റെ അപ്പുറമാണ്. അപ്പോൾ ആരാണ് തീരുമാനിക്കേണ്ടത്? ഭഗവാനാണ് എല്ലാ കാര്യങ്ങളും ഭഗവാനെ ഏൽപ്പിക്കുക. അപ്പം നമുക്ക് ദുഃഖത്തിന് ഒരു പരിധി വരെയൊക്കെ ഒരു അറുതി കിട്ടും. ഇത് നമ്മൾ ശരീരത്തിനെയും മനസ്സിനെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, അതിൽ ആകൃഷ്ടരാകുന്നു, അതാണ് സന്തോഷം എന്ന് ധരിക്കുന്നു. പക്ഷെ നമ്മളല്ല ശരീരം, നമ്മളല്ല മനസ്സും. ഞാൻ ശരീരമല്ല, ഞാൻ മനസ്സുമല്ല. നമ്മൾ ഉറങ്ങുമ്പോൾ എന്താണ്? മനസ്സ് ഉറങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്.
അപ്പം അങ്ങനെ നമ്മൾ ഈ രസത്തിൽ നിന്നെല്ലാം വിട്ട് മറ്റൊരു രസം നമുക്ക് തേടിപ്പോകണമെങ്കിൽ അതാണ് എന്ത്, ഭഗവത് സാന്നിധ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആത്മീയത, ആത്മസാക്ഷാത്കാരം എന്നൊക്കെ പറയുന്നത്, അതിന് നമുക്ക് ഇഷ്ടം പോലെ മാർഗ്ഗങ്ങളുണ്ടല്ലോ. അതെങ്ങനെയാണ് കിട്ടുകയെന്ന് വെച്ചാൽ നമ്മളെല്ലാ അധ്യായത്തിലും പറയുന്ന പോലെ തന്നെ ഭഗവാന്റെ നാമങ്ങൾ വാഴ്ത്തുക, ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലുക, ഭഗവാനെ പറ്റി ചിന്തിക്കുക, എപ്പോഴും ചിന്തിക്കുക. ഒന്നും വേണ്ട, കൂടുതൽ മന്ത്രം വേണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയുന്ന മന്ത്രങ്ങൾ ചൊല്ലുക, സത്സംഗങ്ങൾ കേൾക്കുക, അങ്ങനെയുള്ള ജനങ്ങളുമായിട്ട് കൂടുതൽ നമ്മൾ പരിചയം ചെയ്താൽ മതി. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു സമാധാനം കിട്ടും. കാരണം എനിക്ക് ദുഃഖമില്ല, ഭഗവാനാണ് എൻ്റെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത്, ഭഗവാനാണ്. അപ്പോൾ ഈ ലോകത്തേക്ക് തന്നെ നമുക്ക് വരാതിരിക്കാൻ ശ്രമിക്കാം. അതായത് പുനർജന്മം ഇല്ലാതെ നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. അപ്പോൾ എന്നിലേക്ക് ലയിച്ച് ചേരുക എന്നാണ്. ഭഗവാനിലേക്ക് ലയിച്ച് ചേരണമെങ്കിൽ ഇതെല്ലാം ചെയ്യണം. അപ്പം ഭഗവാനിലേക്ക് ലയിച്ച് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് യാതൊരു ദുഃഖവും ഉണ്ടാവില്ല. ഇതാണ് 15ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം. അടുത്തത് 16ാമത്തെ ശ്ലോകമാണ്. അടുത്ത ദിവസം ചൊല്ലാം. അസ്മിൻ പരാത്മകൽപ്പേ ത്വമിത്തമുത്ഥാപിതപത്മയോനി അനന്തഭൂമാ മമ രോഗരാശിം നിരുന്ധിവാദാലയ വാസവിഷ്ണോ.